കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കോഴിക്കോട് വള്ളിയാട് നിന്ന് സുഹൃത്തുക്കളായ 3 പേർ ഗൂഡല്ലൂരിലേക്ക് ഒരു വിനോദയാത്ര പോകുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. അതിൽ സാബിർ എന്ന യുവാവ് കടന്നൽ കുത്തേറ്റ് മരിച്ചു. മറ്റ് 2 പേർ പരിക്കുകളോടെ ചികിത്സയിലാണ്. അതിൽ പരിക്കുപറ്റി കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ആസിഫിൻ്റെ പിതാവാണ് നമുക്കൊപ്പം ചേരുന്നത്. എന്താണ് സംഭവിച്ചത്? ഇവർ പെരുന്നാൾ കഴിഞ്ഞിട്ടാണോ വിനോദയാത്രക്ക് പോകുന്നത്? ഇവർ ചൊവ്വാഴ്ച വൈകുന്നേരമാണ് പെരുന്നാൾ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു വിനോദയാത്ര എന്ന രീതിയിൽ പോകുന്നത്. അപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായ ഈ ഗൂഡല്ലൂരിലെ സൂചിമലയിൽ അവർ പോയി അവിടെ ടിക്കറ്റൊക്കെ എടുത്ത് പിന്നെ കയറിയതാണ്. അപ്പോൾ അവർക്ക് അറിയില്ല ഇതിൻ്റെ പരിധികളൊന്നും. ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേൽഭാഗത്തെത്തി മേലെ ഏറ്റവും മുകളിലെത്തി താഴ്ഭാഗത്തേക്ക് സാബിർ ഇറങ്ങി. അപ്പോൾ 1-2 കടന്നലുകളെ അവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ അത്ര പ്രശ്നമാക്കിയില്ല. പിന്നെ പെട്ടെന്നാണ് കടന്നൽ കൂട്ടവരെ പൊതിയുന്നത്. അപ്പോൾ ഇവനെ സംരക്ഷിക്കാൻ വേണ്ടി ആസിഫ് മുന്നോട്ട് പോയി. പക്ഷേ ആസിഫിനെ കുത്തേറ്റപ്പോൾ ആസിഫ് ഷർട്ട് അയച്ച് തലയിൽ കെട്ടി വീണ്ടും മുന്നോട്ട് പോയി. സാബിർ ഷർട്ട് അയച്ചിട്ട് ഈ കടന്നൽക്കൂട്ടത്തെ ഇങ്ങനെ വല്ലാതെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതാണ് കടന്നൽക്കൂട്ടത്തെ പ്രകോപിപ്പിച്ചത് എന്നാണ് നാട്ടുകാരിപ്പോൾ പറയുന്നത്. ഇവനെ കമിഴ്ന്ന് കിടന്നിരുന്നുവെങ്കിൽ കടന്നൽ ഒഴിഞ്ഞു പോകുമായിരുന്നു. അങ്ങനെ അവിടെയുള്ള ആളുകളും ഫയർ റെസ്ക്യൂവിൻ്റെ ആളുകളൊക്കെ വന്നെങ്കിലും ഇവനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ആസിഫിനെ പെട്ടെന്ന് ആംബുലൻസിൽ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടെ ഇവിടുന്ന് മിംസ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. ആസിഫിന് പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. എന്താ ഡോക്ടർ പറയുന്ന ആസിഫിൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് തൃപ്തികരമാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. തൽക്കാലം ഒരു ഒബ്സർവേഷൻ എന്ന രീതിയിൽ ICUവിൽ പ്രവേശിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സാബിർ ഈയിടെയാണ് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നതല്ലേ? സാബിർ 3 വർഷം മുമ്പാണ് ഗൾഫിലേക്ക് പോയത്. ഇപ്പോൾ 1 മാസത്തിന് അകമാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മൾ കല്യാണാലോചനയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിതാവ് അടുത്ത് വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദുരന്തം ഒരിക്കലും നാട്ടിന് താങ്ങാൻ കഴിയുന്നതിലപ്പുറമാണ്. ഞങ്ങളെ പ്രതീക്ഷയ്ക്ക് ഒരുപാട് പ്രതീക്ഷകളുള്ള മകനാണിത്. ഈ കുടുംബത്തിലൊരു താങ്ങായി വരുന്ന മകനാണ്. നാട്ടുകാർക്ക് ഉപകാരപ്പെട്ട ഹരിത ക്ലബിൻ്റെ ഒക്കെ പ്രവർത്തകനായി കഴിഞ്ഞ റംസാൻ 29-ന് ഈ സാബിറിൻ്റെ പറമ്പിൽ തന്നെയായിരുന്നു ഈ ലഹരി വിരുദ്ധക്കെതിരെയുള്ള ഇഫ്താറൊക്കെ. അതിൻ്റെയൊക്കെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള സാബിർ നല്ല ഒരു ചെറുപ്പക്കാരനാണ്. നാട്ടിനും നാട്ടുകാർക്കൊക്കെ ഉപകാരപ്പെടുന്ന വല്ലാത്തൊരു, ഞങ്ങൾക്കത് എങ്ങനെ ഉൾക്കൊള്ളണം എന്ന് കഴിയാത്ത രീതിയിലാണ് ഇപ്പോൾ നാട്ടുകാരുള്ളത്. ഇപ്പം സാബിറിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ കഴിഞ്ഞ് എപ്പോഴാണ് സംസ്കാരം, അങ്ങനെയുള്ള വിവരങ്ങൾ? ഇപ്പം ഇൻക്വസ്റ്റ് നടപടികൾ ഏതാണ്ട് പൂർത്തിയാക്കി 10 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം ആരംഭിച്ച അരമണിക്കൂർ കൊണ്ട് ഏതാണ്ട് 11 മണിയാകുമ്പോഴത്തേക്ക് ബോഡി വിട്ടുകിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് എത്താനുള്ള ഏതാണ്ട് വൈകുന്നേരത്തോടു കൂടി നാട്ടിലേക്ക് എത്തി വള്ളിയാട് ജുമാ മസ്ജിദിൽ ഖബറിടം ഒരുങ്ങിയിട്ടുണ്ട്. അവിടെയാണ് മറവ് ചെയ്യുന്നത്. മൂന്നാമത്തെ ആൾക്ക് വലിയ പരിക്കില്ല എന്നാണ്? മൂന്നാമത്തെ ആൾക്ക് പരിക്ക് പറ്റിയില്ല. മൂന്നാമത്തെ ആൾ മുകളിൽ തന്നെയായിരുന്നു, താഴ്ഭാഗത്ത് ഇറങ്ങിയിട്ടില്ല. അയാൾ കുറച്ച് തടിയൊക്കെ ഉള്ളത് അത്ര അതല്ലാത്തതുകൊണ്ട് അയാൾ താഴേക്ക് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് അയാൾക്ക് പരിക്കൊന്നും പറ്റിയില്ല. 1-2 കുത്തോ കിട്ടി എന്നല്ലാതെ പരിക്കുണ്ടായിട്ടില്ല. ഏതായാലും ഈ നാടിനെ സംബന്ധിച്ച് വലിയൊരു ദുഃഖമാണ്. പെരുന്നാൾ കഴിഞ്ഞ് വിനോദയാത്രയ്ക്ക് പോയവരാണ് 3 പേരും. അതിനിടയിലാണ് ഇങ്ങനെ വലിയൊരു ദാരുണമായ ഒരു അപകടമുണ്ടാകുന്നതും സാബിർ എന്ന ചെറുപ്പക്കാരന് ജീവൻ നഷ്ടമാകുന്നതും. ജയൻ കല്യാശ്ശേരിക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്.